ഇത് എന്ത് പാടാ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഷോയിലൊക്കെ തുടങ്ങിയെന്ന് വെച്ചാൽ ഗൈസ്, ഞാൻ ഒരു 10% നയസിനമൈഡിൻ്റെ ആ ഒരു ഷോർട്സ് ചെയ്തപ്പോഴത്തേക്കും അതിൽ ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു സ്കിൻ കെയർ ജേർണി, ഇല്ലെങ്കിൽ ഒരു പ്രീ സ്കിൻ കെയർ ജേർണിയുടെ സ്റ്റോറി, ഇല്ലെങ്കിൽ എൻ്റെ സ്വന്തം സ്കിൻ കെയർ ജേർണീനെ പറ്റി കേൾക്കണം ആഗ്രഹം ഉള്ളവർ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേന്ന്. അപ്പോൾ കളിയാക്കി പറഞ്ഞവരാണെങ്കിൽ, കമൻറ്റ് ചെയ്തവരാണെങ്കിലും, കുറച്ച് സീരിയസ് ആയിട്ട് കമൻറ്റ് ചെയ്തവരാണെങ്കിലും കുറച്ച് കമൻറ്റ്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതാണ്ട് ഇതൊക്കെയാണ് അത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഭയങ്കര ഒരു സ്കിൻ കെയർ ജേർണി തുടങ്ങിയിട്ട് ഇപ്പം സത്യം പറഞ്ഞാൽ 1 വർഷം പോലും ആയില്ല ഗൈസ്. ഞാൻ ഒന്ന് സീരിയസ് ആയിട്ട് സ്കിൻ കെയർ ജേർണി തുടങ്ങിയിട്ട് 1 വർഷം പോലും ആയില്ല. അപ്പോൾ അത്ര ചേഞ്ച് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ 9th 10th പഠിക്കുന്ന ടൈം തൊട്ടാണ് എനിക്ക് ഈ പിമ്പിൾസ്, അല്ലെങ്കിൽ എൻ്റെ സ്കിൻ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. അപ്പോൾ ആ ടൈമിൽ നമ്മളൊന്നും ചെയ്തല്ലോ ഗൈസ്. പിമ്പിൾസ് വരുമ്പോഴത്തേക്ക് അത് നമ്മളിങ്ങനെ പൊട്ടിക്കുന്നു, ഭയങ്കര ഒരു ഹോബി പോലെ ആയിരുന്നു അന്ന് ആ ഒരു ടൈമിൽ. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ചേഞ്ചിലാണ്. അതെനിക്ക് എങ്ങനെ പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കരമായിട്ടുള്ള ആക്നെ മാർക്സ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊന്നും ഇല്ല എന്നല്ല, ഒരുപാട് മാറ്റമുണ്ട്. ആ ഒരു ടൈമിൽ 9th 10th +1 ആ ഒരു ടൈമിൽ ഒരുപാട് ഗുരു ഈ കുരു എന്നൊക്കെ പറഞ്ഞ ഒരു സ്പേസ് ഇല്ല ഗൈസ്, അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഗുരു വന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ആ ടൈമിൽ വലിയ ഈ സ്കിൻ കെയറിനെ പറ്റി പറഞ്ഞു തരാനോ അല്ലെങ്കിൽ സ്കിൻ കെയർ അതിനെ പറ്റിയൊന്നും അറിയത്തില്ലല്ലോ. നമ്മൾ സോപ്പ് വെച്ച് മുഖം കഴുകും, അത് കഴിഞ്ഞിട്ടൊരു ഓയിൽമെൻറ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ കാണിക്കാം. ഈ ഒരു ഓയിൽമെൻറ്റ് ആണ് ക്ലിൻഡാമൈ സ്കിൻ എന്ന് പറയും. അപ്പോൾ ആ ഒരു ഓയിൽമെൻറ്റ്, ആ ഒരു കറക്റ്റ് പറഞ്ഞാൽ നമ്മൾ ആ 10 രൂപയുടെ വിവലിൻ്റെ സോപ്പും പിന്നെ ഈ ഒരു ക്ലിമ്മി സ്കിൻ എന്ന് പറയുന്ന ഈ ഒരു ഓയിൻമെൻറ്റ് വിട്ടാണ് ഞാൻ എൻ്റെ സ്കിൻ കെയർ, എൻ്റെ തുടക്കത്തിലുള്ള സ്കിൻ കെയർ ജേർണി എന്ന് പറയുന്നത്. പിന്നെ മനസ്സിലായത് സോപ്പും നമ്മൾ മുഖത്ത് ഉപയോഗിച്ചാൽ ആ സ്കിന്ന് നല്ലതല്ല, അങ്ങനെയൊക്കെ വന്നു. പിന്നെ എന്താണ്ട് ഈ ഒരു 1 year ഓളം ആയതേ ഉള്ളൂ ഗൈസ് ഞാൻ എൻ്റെ കറക്റ്റ് ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റായിട്ടൊരു സ്കിൻ കെയറിലോട്ട് എത്തിയത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന +1 +2 ഡിഗ്രി ഒക്കെ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ പോലും സ്കിൻ കെയർ ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നുള്ളവരാണെങ്കിൽ എന്തായാലും സ്റ്റാർട്ട് ചെയ്തു. നിങ്ങളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫേസ് വാഷ്, ടോണർ, മോയ്സ്ചറൈസർ. ടോണർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും റോസ് വാട്ടർ ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര അഫോർഡബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ്. പക്ഷേ അത് ഫുഡിൻ്റെ റോസ് വാട്ടറും ഉണ്ട്, സ്കിൻ കെയർ റോസ് വാട്ടറും ഉണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് സ്കിൻ കെയറിൻ്റെ തന്നെ വാങ്ങി യൂസ് ചെയ്യണം കേട്ടോ. പിന്നെ ഫേസ് വാഷ് നിങ്ങൾക്ക് ഏതാണോ അഫോർഡബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത്, നമ്മുടെ സ്കിന്നിന് പറ്റിയത് ഏതാണോ അത് യൂസ് ചെയ്യാന്നല്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ സ്കിൻ ഏതാണ്, ആ സ്കിന്നിന് പറ്റിയ ഫേസ് വാഷ് ഏതാണ് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ട് ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ എൻ്റെ സ്വന്തം ഓയിലി സ്കിൻ കാർക്ക് എന്തൊക്കെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കറക്റ്റ് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ കേട്ടോ. എൻ്റെ ഭയങ്കര റേറ്റുള്ള ഐറ്റംസ് ഒന്നുമല്ല, എല്ലാം അത്യാവശ്യം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം അത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം അത്ര ആ ഒരു ആക്നി മാർക്സ് പിമ്പിൾസിൽ നിന്നാണ് ഞാൻ ഇപ്പം എൻ്റെ ഈ ഒരു കറണ്ട് സ്കിന്നിലോട്ട് എത്തിയിരിക്കുന്നത്. കണ്ടോ ഈ മാർക്സ് ഒക്കെ ഇപ്പം ഈ ഒരു റീസെൻ്റ് ആയിട്ട് വരുന്ന പിമ്പിൾസ് ഉണ്ടല്ലോ, ഈ ഒരു പിമ്പിൾസിൽ നിന്ന് വരുന്ന മാർക്കാണ് ഈ കൂടുതലും കിടക്കുന്നത്. അത്യാവശ്യം പണ്ടേ ഉള്ള മാർക്സ് എല്ലാം അത്യാവശ്യം പോയിട്ടുണ്ട് ഗൈസ്. അത് നമ്മൾ ആ ഒരു 10% നൈസിനമൈഡില്ലേ, ബെസ്റ്റ് സാധനമാണ്. എല്ലാത്തിനും ബെസ്റ്റ് സാധനമാണ്. അത് നമ്മൾ സ്ഥിരമായിട്ടൊരു 1 year ഓളം യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഫീൽ ഈ ഒരു സ്കിൻ കെയർ തുടങ്ങിയത്. അപ്പം നമുക്ക് ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് അല്ലേ, ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ഒന്നും അല്ല കേട്ടോ. ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്നിരുന്ന് ഈ ഒരു സ്റ്റോറി പറയുമ്പോഴത്തേക്കും എൻ്റെ ഈ ഒരു മാർക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കുറവ് കാണുമല്ലോ. എക്സാമ്പിളായിട്ട് എൻ്റെ കോൺഫിഡൻസ് കുറവെന്ന് പറയുന്നത് ഈ ഒരു ചെറിയ പിമ്പിൾസൊക്കെ, ഈ മാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എറിച്ചൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ചിലർ പറയും, ഇത് എന്ത് പാടാ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമുക്കൊരു കോൺഫിഡൻസ് കുറവ് വരും. പിന്നെ അതുപോലെ എൻ്റെ മുടി ഗൈസ്, ഇങ്ങനെ കുറച്ച് മുടികളൊക്കെ ഇങ്ങനെ ഈ വളഞ്ഞൊക്കെ ഫ്രണ്ടിൽ കിടക്കുമ്പോഴത്തേക്കും അതും എൻ്റെ ഒരു കോൺഫിഡൻസ് കുറവാണ്. മനസ്സിലായില്ല? അപ്പം പലർക്കും പല കോൺഫിഡൻസ് കുറവായിരിക്കും. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റാം. ഓക്കെ, അത്രയേ ഉള്ളൂ എനിക്ക് പറയാം. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പം അത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയറിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് തുടങ്ങാം. എന്നുവെച്ചാൽ തുടക്കത്തിലേ നിങ്ങൾ ഭയങ്കരമായിട്ട് വലിയ ഫേസ് വാഷ്, ഭയങ്കര റേറ്റ് കൂടിയ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. കുറഞ്ഞ, അപ്പോൾ സൺസ്ക്രീനൊക്കെ അത്യാവശ്യം നല്ല വിലയുള്ളത് കാണും, കാരണം 400+ ഉള്ളതാണ്. അതിലും കുറവുള്ളതും ഉണ്ട്.
അതിൽ കുറവുള്ളതുണ്ട്. അപ്പോൾ അത് നമ്മൾ തിരഞ്ഞ് പിടിച്ച് നിങ്ങൾക്ക് ഏത് സ്കിന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കാം ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ജസ്റ്റ് എൻ്റെ ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ എൻ്റെ ഒരു മോട്ടിവേഷൻ വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങൾ കരുതിയാൽ മതി കേട്ടോ. ഭയങ്കര ഒരു അലമ്പ് സ്കിന്നിൽ നിന്ന് ഞാൻ ഇവിടം വരെ ഇത്രയും നല്ല സ്കിന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇത്രയും ഒരു അത്യാവശ്യം നല്ല ഒരു ഇത്ര ഒരു നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ വന്നിരിക്കണമെങ്കിൽ ഒന്നും ഇടാതെ, മുഖത്തൊന്നും പ്രത്യേകിച്ച് ഒന്നും ഇടാതെ ഞാൻ വന്നിരിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഒരു ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ട് ഗൈസ്. അപ്പം അതുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും പഠിച്ചിട്ടാണെങ്കിലോ റിസർച്ച് ചെയ്തിട്ടാണെങ്കിലോ നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.